നമ്മളെ കണ്ടാൽ പിള്ളേരും കണ്ടി എല്ലാവരും കാണാൻ പോകുന്ന സാധനമാണ് സംഭവം അടിപൊളിയും. ഇതിൽ ബൂസ്റ്റും കൂടി കിട്ടുന്നത് സ്പെഷ്യലാ. ഇതേ ഇവിടെ ഒരുത്തൻ ഗ്യാപ്പ് കിട്ടിയപ്പോ. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കോടുള്ള സുഹൃത്തിനെ കാണാൻ പോവാണ്. റോഷൻ വ്ലോഗിലെ റോഷനെ അങ്ങ് തട്ടിക്കൊണ്ടുപോയാലോ. തമ്മിൽ കണ്ടുപോലെ തന്നെ റോഷൻ അങ്ങ് തട്ടി വണ്ടിക്ക് ഇട്ട് കൊണ്ടുപോവാണ്. തട്ടിക്കൊണ്ട് പോകുന്ന സ്റ്റേജിലാണല്ലോ മറ്റേ വണ്ടി വെക്കുമ്പോഴേ. എടാ മറ്റേതില്ലേ എന്താ പറയാ, പണ്ടാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ അതേപോലെ തന്നെ ഡോർ തുറക്കാൻ പിടിച്ച് കയറ്റാ. കൊള്ളക്കാര വണ്ടിയില്ലേ നല്ല ബൈറ്റ് കിട്ടിയില്ലേ? ഒന്നും നോക്കിയില്ല. അവര് 1 മില്യൺ പുറത്തിറക്കുന്നു. എടുത്ത വണ്ടി കിട്ടും. വണ്ടി കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഡോർ അങ്ങോട്ട് നീക്കിട്ട് പണ്ട് നമ്മൾ കൊള്ളക്കാര് വരുന്നത് അറിയില്ല ചെറുപ്പത്തില്. സംഭവം റോഷൻ തട്ടി വണ്ടിക്ക് കിട്ടു. പക്ഷെ വണ്ടിയിൽ ഒരു ബെഡ് ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഷമീർ തോപ്പിലിന്റെ വാന് കയറി ഇരുന്നപ്പോ അവന്റെ പ്ലാനുകളൊക്കെ മാറി. അവൻ ആകെ അതിലങ്ങ് ലയിച്ചു. ഡിസ്റ്റർബ് ചെയ്യരുത്. ബെഡ് കണ്ട പിന്നെ അടിപൊളിയാണ്, എനിക്കിഷ്ടായി. ഒരു വാന് വാങ്ങിയാലോ? വേണോ? ഷമീറിന്റെ പരിപാടി കഴിയുമ്പോ ഞാൻ എടുത്തോണ്ട് പോലത് കുതിര എനിക്ക് തന്നാ മതി. തട്ടിക്കൊണ്ട് വന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ കിടക്കുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ? സുഖവാസത്തിന് വേണ്ടി തട്ടിക്കൊണ്ട് വന്നത് എനിക്കിഷ്ടായി. ഇനി ഞാൻ പോണില്ല. ഈ വണ്ടിയിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്ന സുഖം. അതിനുള്ള ബെഡ് എടുത്ത് അവിടെ കിടന്നു. പിന്നല്ലാതെ എന്ത് സുഖാണ്. സ്ഥലവും കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൂടെ? വണ്ടി വിടോ? വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി എടുത്താലോ? പിന്നെ പ്ലാനിങ്ങളൊക്കെ ആകെ മാറി. പിന്നെ റോഷന്റെ പ്ലാനിങ്ങിലെ കാര്യങ്ങളൊക്കെ പോയിരുന്നത് 2 ദിവസം കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ വെച്ച് വന്നാൽ ഞങ്ങൾ എല്ലാവരും. പിന്നെ നേരെ വണ്ടി വയനാട്ടിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ വയനാട് വെച്ച് കാണാം. ഹലോ, അപ്പോൾ വയനാട്ടിലാണ്. വയനാട്ടിലെ നമ്മൾ വാൻ ലൈഫിൻ്റെ കൂടെ വന്നതാണ്. വാൻ ലൈഫിൻ്റെ ഒറിജിനൽ ശരിക്കുള്ള മുതലാളി വാൻ ലൈഫിൻ്റെ ശരിക്കുള്ള മുതലാളി അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി വെച്ച് 900 കണ്ടിലേക്ക് പോകാൻ കള്ളാടി. ഇവിടെ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടു, മുട്ടപ്പഴം ജ്യൂസ്. അതൊന്ന് കണ്ടിട്ട് വരാം. ഒരു വത്തക്ക, ഒരു ഗ്രേപ്പ്, പിന്നെ ഒരു മുട്ടപ്പഴം. അപ്പോൾ നമ്മൾ വയനാട് 900 കണ്ടിയിലേക്ക് പോകണം. അപ്പോൾ 900 കണ്ടിയിലേക്ക് കയറുന്ന ഭാഗം കള്ളാടിയിൽ ഒരു ചെറിയ കടയുണ്ട്. നമ്മൾ മുന്നേ ഇവിടെ വരുമ്പോഴൊക്കെ വെള്ളമൊക്കെ കുടിച്ചിരുന്ന കടക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം മുട്ടപ്പഴം കൊണ്ടൊരു ജ്യൂസ്. ഷെയ്ക്കാണോ ജ്യൂസാണോ? ജ്യൂസ്. അതൊന്ന് നോക്കാം. മുട്ടപ്പഴം കഴിച്ചാൽ തൊലി കളഞ്ഞെടുക്കാം. നല്ല കളയണം. തൊലി കളഞ്ഞിട്ട് ഒരു 4 ടീസ്പൂണ് പഞ്ചസാര ചേർക്കണം. 4 ടീസ്പൂൺ പഞ്ചസാര. ഇതിനകത്തൊരു പശ തരില്ലേ? പശ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കൂടുതൽ പഴുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ കറ ചോദിച്ചിട്ട് ഒരു പാലിൽ ഒരു ഇതുണ്ടായിട്ടേ കെട്ടുണ്ടാവും. ഇതാകുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്റെ വീടിന്റെ പിറകുവശത്തേ ഒരെണ്ണം ഈ മരമുണ്ട്. വെറുതെ വീണ് പോവാണ്. അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് നോക്കട്ടെ. വിറ്റാമിൻ ഉള്ളതാണ് അല്ലേ? ഷോ, എന്റെ വീട്ടിൽ എത്ര വിറ്റാമിൻ വെറുതെ കണ്ടിട്ട് പോയി കഴിഞ്ഞു. ഇത് നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇതിനെ സംഭവങ്ങൾ. ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ, വരെ നോക്കണം. അതിന്റെ കുരു കളയണം. നല്ല പഴുത്തത് പറ്റുള്ളൂ. നല്ല പഴുത്തത്. വേറെന്തൊക്കെ ജ്യൂസ് ഉണ്ട് ചേട്ടാ? വേറെന്തൊക്കെ ജ്യൂസ് ഉണ്ട് ഇവിടെ? മുന്തിരി, വത്തക്ക, പൈനാപ്പിള്. ഫ്രഷ് അടിക്കുന്നത് ഏതാള്? ഒക്കെ ഫ്രഷ് ആണോ? ഫ്രഷ് അടിച്ചു കൊടുക്കും. അപ്പൊ തന്നെ അടിച്ചു കൊടുക്കുന്ന. കളിയിലിക്കാ റോഷ അതാണ് സാധനം. ടേസ്റ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾ അല്ല പരീക്ഷ നിങ്ങൾ വെച്ച് തന്നെ ആവാം. ഇന്നത്തെ പരീക്ഷണ ഞാനാണ്. തണുപ്പുണ്ടോ? സംഭവം കൊള്ളാം. ഇതിനകത്തുണ്ടല്ലോ എനിക്ക് ഒന്ന് പറയാം, ബൂസ്റ്റിന്റെ ഒക്കെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. ബൂസ്റ്റൊക്കെ ഇട്ടു ശരിയുണ്ട്. ബൂസ്റ്റ്, പാല്, പിന്നെ മുട്ടപ്പഴം. ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബൂസ്റ്റിന്റെ ടേസ്റ്റ് അല്ലാതെ പാലിന്റെ ടേസ്റ്റ്. ഇതന്നെ മുട്ടപ്പഴം. ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് വീഡിയോക്ക് വേണ്ടി പറഞ്ഞ അഖിൽ കഴിക്കണോ? പിന്നെ ആദ്യം ഞാൻ കഴിക്കട്ടെ. വേണ്ട പറഞ്ഞൊക്കെ കൈയിട്ട് വരുന്നപ്പോ എങ്ങനെയുണ്ട്? ആദ്യം നമുക്ക് ടേസ്റ്റ് ഒന്നും ഇതാറില്ല, പിന്നെ അങ്ങോട്ട് മതി. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? നല്ല മിക്സ് അല്ലേ? കൊള്ളാം. എനിക്ക് ഇതിന്റെ ആ പശയുള്ള കാരണം ഇഷ്ടമല്ലാത്ത സാധനമാണ്. പക്ഷേ വെറൈറ്റി ടേസ്റ്റ്. പശ എല്ലാവരും ട്രൈ നോക്കുക. വീട്ടിൽ ട്രൈ നോക്കുക. ഇവിടെ വരുന്നവർ ഇവിടുന്ന് ട്രൈ ചെയ്യാം. കിടാൻ ടേസ്റ്റ്. പക്ഷെ ചെറിയൊരു ചവർപ്പ് ഉണ്ട്. പക്ഷേ അതിന്റെ കറയുടെ ചോവുണ്ട്. പക്ഷെ അത് അറിയാത്ത ഇതാണ് അത് മിക്സ് ചെയ്തേക്കുന്നത്.
കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഐറ്റംസ് നാവിൽ പല്ലിൽ വലിയ കുഴപ്പമില്ല, ചെറുതായിട്ട്. വലിച്ചു കൊടുത്തോ? ആർക്കും വേണ്ടാന്ന് പറഞ്ഞാട്ട് ജ്യൂസ് എനിക്കില്ല. എന്ത് സംഭവം അടിപൊളിയാണ്. അപ്പോൾ മുട്ടപ്പഴം ഷേക്ക് അല്ല, ജ്യൂസ്. വെറൈറ്റി വയനാട് പൊറാട്ടയും ബീഫും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വരെ ഓന് കൊണ്ടുവന്ന എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തരാൻ ചോദിച്ചപ്പോൾ പോലെ ഓന് പൊറാട്ടയും ബീഫും. നമുക്ക് പോത്തുങ്കാലി കഴിക്കണ്ടേ? സത്യം പറഞ്ഞാൽ അഖില നമ്മളെ പോത്തുങ്കാലി വേവാൻ വേണ്ടി കാത്തുക്കല്ലോ. പോത്തുംകാലം 5-6 മണിയാകുമ്പോൾ റെഡിയാവും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുവേണ്ടി പോത്തുങ്കാലി ചെമ്പിലിട്ട് പോകുന്നതാണ്. അതെ, രാവിലെ ഇട്ട് വെച്ചാ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു വയനാട് റിവ്യൂ പറഞ്ഞ വയനാട്ടുകാരന്റെ റിവ്യൂ. സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ടും ഇത് കഴിക്കണേ. എന്റെ വീടിന്റെ പുറകുവശത്ത് ഇത് വീണ് കിടന്ന് പോകുന്നത് കിടന്ന സാധനമാണത്. സംഭവം അടിപൊളി. ഇതിൽ ബൂസ്റ്റും കൂടി കിട്ടുന്നത് സ്പെഷ്യലാ. അല്ല, എന്റെ ബൂസ്റ്റ് ഉണ്ട്. ആ കറ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കറ ചെറുതായിട്ട് പല്ലി പിടിക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തൻ ഗ്യാപ്പ് കിട്ടിയപ്പോ എന്നാ പിന്നെ മൊത്തത്തിൽ തോന്നി. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി തൊള്ളാരങ്ങാടി കയറാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞേ. നമ്മൾ പോകുന്നത് കാട്ടിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാട്ടിമട്ടം പേരിട്ടില്ലേ? ഇല്ല. അതായത് 900 കണ്ടിയുടെ ഏറ്റവും ടോപ്പ് എൻഡില്. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അവിടെയാണ് അവസാനമാണ്. അവിടെ പബ്ലിക്കിന് പെർമിഷൻ. ഫുൾ പവറിലല്ലേ? ഫുൾ പവർ. ഒന്നും പറയാനില്ല. ഖലീൽഖാന്റെ പവർ എങ്ങനെയുണ്ട്? എന്റെ പവർ പോകുന്നതിന് മുമ്പ് പുള്ളി പേടിച്ച് പിടിച്ചിരിക്കുകയാണ്. ഞാനതെല്ലാം സേഫ് ആയിട്ട് ഉള്ളിൽ കയറിയിരുന്നു. ട്രക്കിംഗ് ഷൂ ഇട്ടത് കേട്ടോ കേട്ടോ? അതെ, അട്ടയ്ക്ക് സുഖമായി. ട്രക്കിംഗ് ഹിമാലയം ഇതുവരെ വന്നതൊന്നും ഒന്നുമല്ലായിരുന്നില്ലേ? എന്റെ അമ്മച്ചേ, എന്റെ അമ്മച്ചി. അഖിൽ ബ്രോ ഇതുവരെ വന്നൊക്കെ സാമ്പിൾ ആയിരുന്നോ? നമ്മളെ കണ്ടാൽ 900 കണ്ടിയല്ലേ എനിക്ക് കാണാൻ പോകുന്നത്. മരം പിന്നെ പിന്നെ കമ്പനിക്ക് ആളെ കൂട്ടി നിൽക്കണോ? അയ്യോ, വളർത്തിക്കിട്ട് ഇടിച്ച്. അയ്യോ, സോറി അടുത്ത് വെച്ചിട്ട് ഇടി. അങ്ങനെ ഫൈനലി 900 കണ്ടിയുടെ ടോപ്പിലെത്തി. ആക്ച്വലി 900 കണ്ടി മുന്നിൽ നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് ഫോറസ്റ്റ് എന്ന് പറയാം. ഗവൺമെൻറ് അണ്ടറിലുള്ള ഫോറസ്റ്റ് അല്ല, പ്രൈവറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്ലാന്റേഷൻ ഏരിയയാണ്. ഇതൊക്കെ പല ആളുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങളാണ്. ഇതിൽ പലതും റിസോർട്ടുണ്ട്, അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന റിസോർട്ടിലൊന്നല്ല, ജസ്റ്റ് ഒന്ന് ട്രക്ക് ചെയ്യുക, തിരിച്ചു പോവുക, അത്രേ ഉള്ളൂ. റോഷൻ, ഖലീൽക്ക കൂടെ ഒരു ചിൽ ഔട്ട്. പിന്നെ നമ്മുടെ അഖിൽ ബ്രോ, നിങ്ങളെ പേര് ഞാൻ മറന്നു, മിൻഹാജ്. ഓക്കെ, ഇതാ ഇങ്ങനെ താഴെ ഇറങ്ങി പോകുന്നു. ഖലീൽക്ക, അയ്യോ 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 അയ്യോ, ഇത് തിരിച്ചു കയറണ്ടേ? ഓ എന്റെ മോനെ. ഖലീൽക്ക എങ്ങനെയുണ്ട്? റോഷ എടാ മോനെ, എത്ര തവണ 900 കണ്ടി വന്നിട്ടുണ്ട്? ഇതൊരു പൊളി സ്ഥലമാണ്, ഇതൊരു സർപ്രൈസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ കാണിക്കാം. ഓക്കെ, എന്തായാലും അടിപൊളി സ്ഥലം. ഇവിടേക്ക് ആരും വരാമെന്നും പറയുന്നില്ല, കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതാണ്. ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ടെൻ്റും കൊണ്ട് വരാം. ടയർഡായില്ലേ നിങ്ങളൊക്കെ? ഞാൻ മസിൽ പിടിച്ച് നിൽക്കുക. അട്ട കടിച്ചു ഗായ്സ്. അട്ടക്കുള്ള പുതിയ മരുന്ന്. അയ്യോ, കുറെ ബ്ലഡ് പോയിന്നുള്ളൂ. സംഭവം ഇത് അട്ടക്കുള്ള മരുന്നൊന്നല്ല, സാനിറ്റൈസറാണ്. എല്ലാവരും കാല് ചെക്ക് ചെയ്ത് കയറുക. കാല് നോക്ക്.
കുഴപ്പമില്ല. എൻ്റെ ഇത് തന്നെ ഉള്ളു. നിന്റെ കാലിലുണ്ടോ? നിന്റെ കാലിലൊക്കെ മുതലാളിയുടെ കാലില്ല എവിടെ ഇല്ലല്ലേ? എന്റെ പേര് അട്ട കയറില്ല. നിങ്ങളൊന്നും കടിക്കുള്ളൂ, ഞങ്ങൾ വരത്തന്മാരല്ലേ കടിക്കുള്ളൂ. ഈ അട്ടയ്ക്കുണ്ടല്ലോ ഈ ശരീരത്തിൽ ചീത്ത രക്തമാണ് ആവശ്യം. മനസ്സിലായോ? നിങ്ങൾ വയനാട്ടുകാരെ ക്ഷേത്രത്തിൽ ചെയ്ത രക്തമില്ല? നല്ല ബ്ലഡ് അതുകൊണ്ട് കടിക്കാം. അപ്പോൾ ഇത് അട്ടക്കുള്ള സ്പ്രേ ആണെങ്കിൽ രാവിലെ തന്നെ കാലിലടിച്ചാൽ പോരെ? കാലടിച്ച് ചൂടടിക്കണം. ആ ഷൂലടിക്കണം അല്ലേ? 7000 കണ്ടിയല്ലേ ഇപ്പൊ നോക്കുന്നത്? 7000 കണ്ടിയല്ല, 8000 കണ്ടി. 900 10,000 എത്രയല്ലേ കൊടുക്ക്? അമ്മോ, അങ്ങനെ ഒരു നീണ്ട ട്രക്കിങ് കഴിഞ്ഞ് ഇറങ്ങി. സംഭവം 900 കണ്ടിക്ക് 6 കിലോമീറ്റർ ഉള്ള കള്ളടിയിൽ നിന്ന് ഒരു 60 കിലോമീറ്ററിന്റെ മീനിയാണല്ലേ കലിയിൽക്ക? നേരെ നമുക്ക് തിരുമാൻ പോകുന്ന ആയുർവേദ കേന്ദ്രത്തിലോട്ട് പോകുന്നതായിരിക്കും. ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, ആന്തരികാവങ്ങളൊക്കെ കലങ്ങി കിടക്കുക. അയ്യോ, ഈ സാധനം മസ്റ്റാണ് കേട്ടോ. പിന്നെ അഖിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, പ്ലാസ്റ്റിക് പറ്റ കുറവാണ് അവിടെ. ഒന്നുമില്ല, ഇതൊരു ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലല്ല ഉള്ളത്. ഈ ഒരു പ്രൈവറ്റ് ആണ്. എന്നാൽ ഇവിടെ ഡെയിലി ഒരു 1000 പേരിന് മുകളിൽ വരുന്നുണ്ട്. എന്നാൽ ഒരു പ്ലാസ്റ്റിക്കോ അതുപോലെ ഒരു വേസ്റ്റേജ് ഒന്നും ഇവിടെ ഇല്ല. കണ്ടിട്ടില്ല. പക്ഷേ സംഭവം ശരിയാണ്. ഞങ്ങൾ 3 ബോട്ടിലോട്ട് പോയി, 3 ബോട്ടിൽ ഞങ്ങൾ തിരിച്ചു കൊടുന്നു. വെള്ളം ഒന്ന് കാലിയാണല്ലോ തിരിച്ചു കൊടുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ആളുകൾക്ക് ബോധവാനായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിപ്പോൾ പ്രൈവറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. എന്തോ അതെനിക്കറിയില്ല. എന്തായാലും ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. ഭാരതേക്കാൾക്ക് എത്ര 900 കണ്ടിയിലേക്ക് ട്രക്ക് ചെയ്ത ബൈക്കിനാണെങ്കിലും ബൈക്കിനേക്കാൾ നല്ലത് ജീപ്പാണ്. കൂടുതലും 90 കഴിഞ്ഞ ആളുകളാണ് വരുന്നത്. അതായത് 90 ജനിച്ച് അതിൽ ആളുകളാണ് കൂടുതലും. 90 കഴിഞ്ഞതോ? 90 ജനിച്ചു. 90 കഴിഞ്ഞ ആളുകൾ ഞാൻ അപ്പൂപ്പന്മാരാന്ന് കരുതി. അപ്പം അതുകൊണ്ടായിരിക്കും കൂടുതൽ. അത് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. നോ കട്ടിങ്. അതെന്താ ഇവിടെ ഇനി? ആഹാ, വിടല്ലേ ഇനി? പോത്തുംകാലം അവിടെ നിന്ന് വെന്ത് വിടയും. അതൊന്നും ഈ വീഡിയോ വെച്ചിരുന്ന ട്രക്കിങ് നല്ല കുറേ കാലത്തിന് ശേഷം ഒരു ട്രക്കിങ് കിട്ടിയപ്പോൾ നല്ല ട്രക്കിംഗ് വീഡിയോ എടുത്തതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ റോഷ, ബൈ അഖിലാട്ട്, ബൈ. ഓ ബൈ. ഹാ ബൈ. ഏത് ബൈ?